ഐഫോൺ വാങ്ങുന്നതിനായിട്ട് സ്വന്തം മുത്തച്ഛനെ വകവരുത്തുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കേരളം ഞെട്ടലോടെയാണ് ആ വാർത്ത കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. ആദ്യം നമുക്ക് ന്യൂസ് ഒന്ന് കാണാം. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം അത് നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. ഈ കൊലപാതകത്തിൽ 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ 4 പ്രതികൾ പിടിയിലായ എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണ്. സ്വർണത്തിന് വേണ്ടിയായിരുന്നു കൊലപാതകം. ഇന്നലെ രാവിലെയാണ് കരുവേറ്റ സ്വദേശിയായ വയോധികനെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നും അതിനുള്ളൊരു നിഗമനം എത്താനുള്ള കാര്യം വയോധികന്റെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു. ഒപ്പം തന്നെ കഴുത്തിൽ കയറ് കെട്ടി മുറുക്കിയിരുന്നു. മുറിയിലാകെ മുളക് പൊടി വിതറുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു കൊലപാതകമാണെന്ന് പോലീസ് എത്തിയിരുന്നു. ഈ വീട്ടിൽ, അതായത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. തൊട്ടപ്പുറത്ത് അവർക്ക് ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അധികം ന്യൂസ് പ്ലേ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ 13 തൊട്ട് 17 വയസ്സുള്ള വരെയുള്ള വിദ്യാർത്ഥികൾ, അല്ല വിദ്യാർത്ഥികൾ തന്നെ പറയാം, കുട്ടികളെന്ന് തന്നെ പറയാം, ക്രിമിനലുകൾ എന്നും നമുക്ക് പറയാം. കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരാളെ തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവസ്ഥ ഭയങ്കര പരിതാപകരം. ഈ 13 തൊട്ട് 17 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാനും എന്നെ പോലെയുള്ള ആ ഒരു സമയത്തുണ്ടായിരുന്നവരും ചെയ്തുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ കേറ്ററിംഗ് പോലെയുള്ള വർക്കിനൊക്കെ പോകുമായിരുന്നു. അന്നത്തെ കാലത്ത് കേറ്ററിങ്ങിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന 150 രൂപ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നല്ലൊരു എമൗണ്ട് നമുക്ക് വരും, 500-600 രൂപ ഒക്കെ കിട്ടും. പക്ഷെ 150 രൂപ അന്ന് കിട്ടുമ്പം, അന്ന് 150 രൂപ കൈ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയെങ്കിലും 100 രൂപ വീട്ടിൽ കൊടുത്തിട്ട് 50 രൂപ നമ്മുടെ പോക്കറ്റിൽ വെക്കും. അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്ന് നമുക്കത് ഭയങ്കര വിലപ്പെട്ടതാണ്. മാത്രമല്ല കേറ്ററിംഗ് പോലുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കിട്ടും. അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു വർക്കാണ്. നമ്മൾ ഈ കിട്ടുന്ന പൈസ കൂട്ടി സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെയാണ് അന്നത്തെ കാലത്ത് നമ്മൾ സിനിമ കാണാനും, നമുക്ക് നമ്മുടേതായ സന്തോഷങ്ങൾ, സിനിമ കാണാനും, പുറത്തു പോയി ഭക്ഷണം കഴിക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി വലിയ ആഡംബര ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മാത്രമല്ല ആ സമയത്തുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും പറമ്പിൽ കളിക്കാൻ പോവോ, ഗ്രൗണ്ടിൽ കളിക്കാൻ പോവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന അന്നത്തെ സമയത്ത് 13 തൊട്ട് 17 വയസ്സുള്ളവരുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ ഒരു ക്രിക്കറ്റ് ബാറ്റോ ക്രിക്കറ്റ് ബോളോ ഒക്കെ ഉണ്ടാവും, ഫുട്ബോൾ ഉണ്ടാവും. ഇതുമായിട്ട് നമ്മൾ അങ്ങനെ നടക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അന്ന് ആരെയും ഉപദ്രവിക്കണമെന്നില്ല. പകരം ചില സമയത്ത് ചില വീടുകളിലോട്ടൊക്കെ നമ്മൾ പന്തടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ കാരണവന്മാർ വന്നിട്ട് നമ്മളെ ഓടിക്കുക. അപ്പോൾ ആ ഒരു അന്ന് ഇപ്പോഴും അത് ആലോചിക്കുമ്പം ചില രസകരമായ മുഹൂർത്തങ്ങളാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കുരുത്തക്കേട്, എന്നാൽ നമ്മൾ ആരെയും ദ്രോഹിക്കണമെന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ആ ഒരു പ്രായത്തിലെ കുട്ടികളാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കേരളം എങ്ങോട്ട്, കേരളം എന്ന് മാത്രം നമുക്ക് ഉദ്ദേശിച്ച് പറയാൻ പറ്റില്ല, നമ്മുടെ നാട് എങ്ങോട്ട് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത്? വഴിതെറ്റി പോകാനായിട്ട് ഒന്നാമത്തെ കാര്യം, വീട്ടിൽ നിന്നുള്ള ഒരു മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് കുട്ടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ വളർത്തുന്നതിലും അവർക്ക് ആവശ്യ സമയങ്ങളിൽ ശിക്ഷണം നൽകുകയും അവരോട് വേണ്ടതെന്ത് വേണ്ടാത്തത് എന്തെന്ന് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു സമയം മാതാപിതാക്കൾ കണ്ടെത്താത്തതും കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പുറമെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ എല്ലാം കാണുമ്പം ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകും. നമ്മൾ ഈ പറയുന്ന കുറേ സാധനങ്ങൾ, ആഡംബര സാധനങ്ങൾ കൈക്കലാക്കണം, അതിന് പക്ഷേ പണമില്ല. അപ്പോൾ എങ്ങനെ പണം കണ്ടെത്തും? അങ്ങനെ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂട്ടുകാർ കൂടി ആസൂത്രണം ചെയ്ത് തീർക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ കളിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളനും പോലീസും ഒക്കെ കളിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു പ്രായത്തിൽ ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് ഇവിടെ ഡയറക്റ്റ് ഒരു ക്രൈമിലേക്കൊക്കെ ഇൻവോൾവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ പഴയ SP ജോർജ് സാറിന് എന്താ പറയാനുള്ളത് നോക്കാം. ഇത് 100% ക്രിമിനൽ മൈൻഡ് ഉള്ളവർ തന്നെ. കാരണം അതിൻ്റെ വളർച്ച, ഇവരുടെ 4 പേരുടെ വളർച്ച ആ രീതിയിലായിരുന്നു. അവർക്ക് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ കുട്ടികൾക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പണം ഉണ്ടാക്കുന്നതെന്നാണ് അവരുടെ ധാരണ. അത് ബാഡ് ടച്ച് എന്നുള്ളത് ഒരു കള്ളക്കഥയാണ്. അത് തന്നെയല്ല, ഇത് വലിയ നല്ല കള്ളന്മാർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി തന്നെയല്ലേ അതിലും കുറച്ചുകൂടെ വിദഗ്ധമായിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവർ ഈ സോഷ്യൽ മീഡിയയിലും TV-യിലും അവിടെയൊക്കെ കണ്ടു പഠിച്ച ചില ക്രൈം കണ്ടിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് ആ രീതിയിലൊരു മർഡർ അങ്ങ് നടത്തുകയാണ്. ഇതിനകത്ത്
അവർ പണം മോഹിച്ച് തന്നെ, കാരണം അവർക്കൊരു ഐഫോൺ വേണം, കുറച്ചുകൂടെ ക്ലാരിറ്റി എല്ലാ കാര്യത്തിനും കിട്ടും, അതുപോലെ മൂവ് ചെയ്യാൻ 2 വീലർ വേണം. അത് ആ പെൺകുട്ടിക്കും അതിനകത്ത് തീർച്ചയായിട്ടും പങ്കുണ്ട്. കാരണം അവൾ 2 വീലറിൽ ഒക്കെ സ്ഥിരമായിട്ട് ചെത്തി നടന്നിട്ടുണ്ടോ എന്ന് കൂടെ നോക്കേണ്ടിയിരിക്കുന്നതിന്. കാരണം അങ്ങനെ ആ ആൺകുട്ടികൾക്ക് മാത്രമല്ല ഈ ഐഫോണും ഈ 2 വീലറും തനിക്കൂടെ വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിലാണ് അത് പോയിരിക്കുന്നത്. കാരണം അല്ലല്ലോ, ഉറപ്പായും പ്ലാനിങ് മുതൽ 13 വയസ്സുകാരി കുട്ടി ഉറപ്പായും ഈ 3 പേരല്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഈ പറഞ്ഞ 2 ബോയ് ഫ്രണ്ടും അവന്റെ കൂട്ടുകാരനും 16 ഒരു +1 വിദ്യാർത്ഥി +2 വിദ്യാർത്ഥിയാണ് അവിടെ, ചെറിയ പിള്ളേരാണ്. അവർ വരുന്നതൊക്കെ ഈ പെൺകുട്ടിയുടെ പ്ലാനിംഗ് പ്രകാരം തന്നെയാണ്. മാത്രമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. കാരണം മുതിർന്ന ആളുകൾ എന്താ പറയുന്നത്, നമ്മൾ ഈ പറയുന്ന പോലീസിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുള്ള സാറാണ്, അവരുടെ ഒരു എക്സ്പീരിയൻസും വെച്ചൊക്കെയാണ് ഇത് സംസാരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇടയിലെ ക്രിമിനൽ വാസന നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മുത്തച്ഛന്റെ മുഖത്ത് അല്ലെങ്കിൽ മുത്തച്ഛനെ ജീവിതം തന്നെ അവസാനിപ്പിച്ച കുട്ടികളുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ചില കുട്ടികളൊക്കെ +2 പഠിക്കുന്ന കുട്ടികൾ ഭയങ്കരമായിട്ട് അക്രമാസക്തരാകുകയും തങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ തല്ലി അതായത് ഇടിച്ചു കൂട്ടുകയും ചെയ്യുന്ന പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. സഹപാഠി ഒരു മയവും ഇല്ലാതെ അടിപിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ സാധാരണഗതിയിൽ ചെറിയ പ്രായങ്ങളിൽ നമ്മൾ പഠിക്കുമ്പം കൂട്ടുകാരുമായിട്ട് ചെറിയ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ബ്രൂട്ടാലിറ്റിയാണ്. ഒരുത്തൻ തൻ്റെ സഹപാഠിയാണ്, സഹോദരനാണെന്ന് ചിന്തിക്കാതെ ഭയങ്കര ബ്രൂട്ടലായിട്ട് അവൻ്റെ മനസ്സിലെ ആ ഒരു വെറി, എന്താ പറയുന്നത്, കൊലവെറി എന്ന് നമുക്ക് പറയാം. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ട് തന്നെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അത് കണ്ടിട്ട് പരിതപിച്ചിട്ടുമുണ്ട്. കാരണം ഇത് എന്താണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെയുള്ള. പക്ഷെ എന്തായാലും ഇനിയും മുന്നോട്ടേക്ക് ഇതിനെതിരെ ഇതിപ്പം ഗവൺമെന്റ് തലത്തിൽ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ നശിച്ചു പോകാതിരിക്കാനായിട്ട് ഓരോ കുട്ടിയും ഒരാളെ പോലും മിസ്സാകാത്ത രീതിയിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ പ്ലാൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സ്കൂളിൽ നിന്ന് ശിക്ഷണം കിട്ടുമായിരുന്നു, രണ്ടാമത് വീട്ടിൽ നിന്ന് ശിക്ഷണം കിട്ടുമായിരുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു പേടി ഉള്ളിൽ കിടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ പേടി എന്ന് പറയുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് നിയമം അതുപോലെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾ മുന്നോട്ടേക്ക് പേടി കൂടാതെ ജീവിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിയമത്തിൻ്റെതായ രീതിയിലുള്ള എല്ലാ വശങ്ങളും കെട്ടുപാടുകൾ അഴിച്ചു വിട്ടിരിക്കുകയാണ്. കെട്ടുപാടുകൾ അഴിച്ചു വിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് എല്ലാവരുടെയും ഉള്ളിൽ വന്നു. ആ ഒരു ഇതുകൊണ്ടാണ് കുട്ടികൾ മാത്രമല്ല തെറ്റ് ചെയ്യുന്നവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുറ്റവാസനയുള്ളെങ്കിൽ അതായത് ഈ കൊലപാതകം വരെ ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരത്രയും കഠിനമാണ്. അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നോ അധ്യാപകരുടെ ഇടയിൽ നിന്നോ നല്ല രീതിയിലുള്ള നല്ല പാഠങ്ങൾ കിട്ടാത്തതും ഇതിന്റെ ഒരു കാരണമാണെന്ന് പറഞ്ഞു. എന്തായാലും ഈ കുറ്റകൃത്യം ചെയ്തവരെ ഉറപ്പായിട്ടും ഒരു ദാക്ഷിണ്യം കൂടാതെ നല്ല ശിക്ഷ കൊടുക്കണം. ചെറിയ പ്രായമാണെന്നുള്ള രീതിയിൽ ഒരിളവും അവർ അർഹിക്കുന്നില്ല. കാരണം തൻ്റെ ബാല്യകാലവും യൗവനകാലവും കഴിഞ്ഞ വാർദ്ധക്യകാലം, അതായത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഈ കുട്ടികളെല്ലാം കൂടെ വളരെ മൃഗീയമായിട്ട് തീർത്തത്. അപ്പം ഉറപ്പായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഒരു രീതിയിലും ഇപ്പോൾ ബാഡ് ടച്ച്, ആ പെൺകൊച്ചി പറയുന്നുണ്ട് ബാഡ് ടച്ച്, കാരണം വല്യപ്പൻ എന്താ പറയാ ആ കുട്ടീനെ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിൻ്റെ അകത്തൊരു മാറ്ററേ അല്ല. അതൊക്കെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ രക്ഷപ്പെടാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തായാലും ശക്തമായ ശിക്ഷണം ഉണ്ടായിരിക്കണം. മേലാൽ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ പഠിക്കേണ്ട സമയത്ത് പഠിക്കാനും അവർക്ക് കളിക്കണം. വിദ്യാർത്ഥികളാകുമ്പോഴത്തേക്കും പഠനം വേണം, കലാകായികം കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ടേക്ക് ഏത് ജോലിയിലേക്കാണ് പ്രവേശിക്കേണ്ടത്, ഏത് കോഴ്സാണ് എടുക്കേണ്ടതിനെ എന്നുള്ള കുറിച്ചുള്ള അറിവുകൾ കൊടുക്കണം. ഇതൊക്കെയാണ് ആ സമയങ്ങളിൽ വേണ്ടത്. അവർ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു തൊഴിലൊക്കെ നേടിക്കഴിഞ്ഞാൽ അവരുടെ കാരണവന്മാരെയൊക്കെ നല്ല രീതിയിൽ നോക്കി പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ വിദ്യയല്ലാതെ വെറും അഭ്യാസമായി മാറി ആ അഭ്യാസം ഒരു പാവപ്പെട്ട ഒരു അച്ചായന്റെ മുഖത്ത് കയറ്റി അങ്ങേരെ നശിപ്പിച്ച് അങ്ങേരുടെ ജീവിതം തന്നെ ഇല്ലെന്നാക്കി ഒരു വയോധികൻ പാവം. പുള്ളി അറിയുന്നുണ്ടോ പുള്ളിയുടെ കൊച്ചുമക്കളുടെ മനസ്സിലൊക്കെ ഇങ്ങനത്തെ ചിന്തയാണ്, കൊല്ലണമെന്നുള്ള മൈൻഡാന്നുള്ളത്? ഇല്ല. സ്നേഹം മാത്രം നൽകിയിരുന്ന ഒരു മനുഷ്യനെ സ്നേഹം നടിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലും വലിയ ചതി വേറെ ഇല്ല. അപ്പൊ എന്തായാലും
ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് നമ്മൾ 2-3 ദിവസത്തേന് അതിൽ വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതൊരു പാഠമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ടേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഇപ്പോഴേ കുട്ടികളെ പിടിച്ച് നല്ല വിദ്യാഭ്യാസവും ശിക്ഷണം വേണം. ഉറപ്പായിട്ടും കുട്ടികളെ ശിക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ, ആ ഒരു നിയമം മാറ്റണം. അധ്യാപകർക്ക് ശിക്ഷിക്കാനുള്ള പെർമിഷൻ കൊടുക്കണം. അതായത് വലിച്ചു വാരി അടിക്കുന്നതല്ല, അവർക്ക് നോവണം. നൊന്ത് കഴിഞ്ഞാലേ ഉള്ളൂ അവർ പിന്നീട് ആ പേടി കൊണ്ട് ഒരു കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ ഒക്കെയാണെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളൊക്കെ അടി കൊണ്ട് പഠിച്ചവരാണ്. എന്നാൽ നമ്മളെ വലിച്ചു വാരി സാറുമാരും അടിച്ചിട്ടില്ല. അടിക്കുമ്പം തുടക്കിട്ട് അടിച്ചിട്ടുള്ള അന്നൊക്കെ അടി മേടിച്ചാൽ കൈക്കിട്ടും തുടക്കിട്ടും ഒക്കെ അടി മേടിച്ചാൽ തുടക്കിട്ട് അടി കിട്ടുമ്പോൾ ഒരു 3 അടിയാണ് സാധാരണ കിട്ടുന്നത്. ആ 3 അടി പേടിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ശിക്ഷണ നടപടി തിരികെ കൊണ്ടുവരണം. അല്ല എങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇതുമല്ലാത്തൊരു കാര്യം, ഈ ലഹരി മരുന്നിന്റെ ഒരു വ്യാപനം കൂടി ഉള്ളതുകൊണ്ട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ കൈവശം വരെ പല രീതിയിലും ലഹരി മരുന്നുകൾ എത്തുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കുറ്റകൃത്യം ചെയ്യാനുള്ള ആ വാസന കൂടത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ ശക്തമായ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇതിനെതിരെ, അതായത് വിദ്യാർത്ഥികൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഉള്ളിലെ ഇങ്ങനത്തെ എന്താ പറയുക കുറ്റകൃത്യം ചെയ്യാനുള്ള വാസനകൾ ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയാനുള്ള സ്കീമുകൾ ഉണ്ടാകണം. ഓരോ സ്കൂൾ തലത്തിലും കുട്ടികൾക്ക് ആവശ്യ സമയങ്ങളിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും, അത് കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊരു കൃത്യമായിട്ട് ഓരോ കുട്ടിക്കും അവർക്ക് വേണ്ട ആ ഒരു പരിചരണവും പരിഗണനയും കിട്ടുന്നുണ്ടോ ഉള്ളതും കൂടെ മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ ഇനിയും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ പെടാതെ അവരുടെ എന്താ പറയുന്നത് പഠന കാലയളവ് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് എല്ലാ സ്കൂളുകളും, ഗവൺമെന്റ് സ്കൂളായാലും അല്ലാത്ത പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും ഏതാണെങ്കിലും കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം കുട്ടികൾക്ക്. അല്ലാത്ത പക്ഷം വിദ്യാഭ്യാസം മാത്രമല്ല, അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം കൊടുക്കണം. വീട്ടിൽ വീട്ടുകാരോടും അല്ലെങ്കിൽ മുതിർന്നവരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ടും അവർക്ക് അത് മനസ്സിലാക്കി അവരെ ടീച്ച് ചെയ്താൽ, അവരെ പഠിപ്പിച്ചാൽ മാത്രമേ അവർ നല്ല രീതിയിലേക്ക് എത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കിത് വേണ്ട. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട. ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവരുടെ മൈൻഡ് സെറ്റ് തന്നെ നമുക്കറിയത്തില്ല, പിടിച്ചാൽ പോലും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ശക്തമായ നടപടി ഉണ്ടാകേണ്ടതാണ്. കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ആ ഒരു പ്രായമായ അപ്പച്ചൻ്റെ മുഖം നോക്കുമ്പോൾ നമുക്കാണല്ലോ വിഷമം തോന്നുന്നു. അങ്ങേര് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല സ്വന്തം കൊച്ചുമകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇങ്ങനത്തെ ക്രിമിനൽ, അതായത് ക്രൂരകൃത്യം ചെയ്തതെന്നുള്ളത്.